ഡോക്ടറെ നമ്മൾ നടക്കുന്ന രീതിയും നമ്മൾ മുട്ടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. അതായത് നമ്മൾ നടക്കുന്ന രീതി ശരിയായ രീതിയിലല്ലെങ്കിൽ, നോർമൽ വാക്കിംഗ് പാറ്റേൺ അല്ലെങ്കിൽ മുട്ടിലേക്കുള്ള ലോഡ് വ്യത്യാസം വരും, കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും മസിൽ സ്ട്രെങ്ത്ത് വീക്ക് മുട്ടിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് തൈ മസിൽസിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മളെപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷേ ആക്ച്വലി നമ്മുടെ ഹിപ്പ് ബാലൻസ്, നമ്മുടെ ഫോർ എക്സാമ്പിൾ ഗ്ലൂട്ടിയസ് മീഡിയസ് മസിൽസ് വീക്കാണെങ്കിൽ നമ്മുടെ വാക്കിംഗ് പാറ്റേൺ അത് നല്ല രീതിയിൽ ബാധിക്കും. അതായത് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത്, നടക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ജനു വാൽഗം, അതായത് മുട്ടുള്ളിലോട്ട് വരുന്ന ഒരു അവസ്ഥ വരും. ആ സമയത്ത് ലോഡ് നല്ല രീതിയിൽ കൂടും. അതുപോലെ തന്നെ കാഫ് മസിൽ ടൈറ്റ്നസ്, നമ്മുടെ ഹാംസ്ട്രിങ് ടൈറ്റ്നസ്, ഹിപ്പ് ഫ്ലെക്സേഴ്സ് ടൈറ്റ്നസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വാക്കിംഗ് പാറ്റേണിനെ ബാധിക്കുകയും ഈ അബ്നോർമൽ പാറ്റേൺ ഒരു എക്സ്ട്രാ ലോഡ് മുട്ടിലേക്ക് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഇഞ്ചുറി, തേയ്മാനം, മറ്റ് വേദനകൾക്കൊക്കെ അത് ഒരുപാട് വേഗത കൂട്ടും. തേയ്മാനം പെട്ടെന്നാക്കാം, ഇഞ്ചുറിയുടെ സാധ്യതകൾ കൂട്ടാനൊക്കെ കാരണമാവും. സോ വാക്കിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുട്ടുവേദനയുടെ കാര്യത്തിൽ.